രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലുള്ള ഒരു നിയമസഭാ സമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നിയമസഭാ സമ്മേളനത്തിൽ ഇന്ന് നടന്ന സമ്മേളനത്തിൽ നാടകീയമായ രംഗങ്ങളായിരുന്നു അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. CPM-നെതിരെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയ വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് പ്രിയ ടീച്ചറാണ്. നമസ്കാരം. നമസ്കാരം ടീച്ചറെ, ഇന്ന് നിയമസഭയിൽ നടന്നിരിക്കുന്ന വിഷയങ്ങൾ നമുക്കറിയാം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പോറ്റിയെ കയറ്റിയ പാട്ട് വലിയ രീതിയിൽ വൈറലായിരുന്നു. അത് പ്രതിപക്ഷം എടുത്ത് പാടിയപ്പോൾ അതിന് പിന്നാലെ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള എല്ലാ CPM നേതാക്കളും തിരിച്ച് ഇത്തരത്തിൽ ഒരു മറുപാട്ട് പാടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരേ സമയം CPM-നും അതുപോലെ തന്നെ കോൺഗ്രസിനും വിനയാകുന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരിക്കലുമല്ല വർഷ. അതിന് തൊട്ടു മുന്നേ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞൊരു സെന്റൻസ് ഒന്ന് തിരുത്തിക്കോട്ടെ. മറ്റൊന്നുമല്ല, ഇത് പിണറായി സർക്കാരിന്റെ അവസാനത്തെ നിയമസഭാ സമ്മേളനം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വിശ്വാസി സമൂഹവും ഒക്കെ ആഗ്രഹിക്കുന്നത് ഇത് അവരുടെ അവസാനത്തെ നിയമസഭാ സമ്മേളനം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് പോട്ടെ. അത് കഴിഞ്ഞിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഇത് എങ്ങനെയാണ് കോൺഗ്രസിനെ അതുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുന്നത്? കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്നത് പിണറായി സർക്കാരാണ്. പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന LDF സർക്കാരാണ്. അന്നേരം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത് 2019 ഈ സ്വർണ്ണമോഷണം നടക്കുന്നത്. ഇന്നിപ്പോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതിനിടയിൽ അവർ കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും കോൺഗ്രസിന്റെ ആരെങ്കിലും ഒക്കെ ഒന്ന് പെടുത്താം എന്ന് കരുതിയിട്ട് അവിടെ ഇവിടെയും മരണപ്പെട്ടു പോയവരെ ഒക്കെ കൊണ്ടുവന്ന് ചേർത്ത്, കാരണം അവരൊന്നും പിന്നെ ഒന്നും വിശദീകരണവുമായിട്ട് വരത്തില്ലല്ലോ. ആ ഒരു ധൈര്യത്തിൽ വന്നതാണ്. അതെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്ന വിവരങ്ങൾ. അതിനു മുമ്പ് ഇന്ന് നിയമസഭയിൽ കണ്ടത് എന്താണ്? ഈ യാതൊരു നിലവാരവും ഇല്ലാതെ പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ വെറും നാട്ടുംപ്രദേശത്ത് എന്ന് പറഞ്ഞാല് മറ്റ് വിവരങ്ങളൊന്നും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഒന്ന് അങ്ങോട്ട് പറയുമ്പോൾ അത് ഞാനല്ല നീയാണ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലുള്ള വഴക്ക് കൂടുന്ന ഒരു രംഗങ്ങളൊക്കെ നമുക്ക് ബാലിശമായ തർക്കങ്ങൾ. അത് ബാലിശം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുതന്ത്രങ്ങളും കുരുട്ടുബുദ്ധിയും ചെപ്പടി വിദ്യയും ഒക്കെ നിറഞ്ഞ ഒരു സംഭവമായിരുന്നു. അപ്പൊ ഇങ്ങോട്ട് പറയുമ്പോ അതിന് എന്തെങ്കിലും ഒരു ഇതുണ്ടോ? മന്ത്രി ശിവൻകുട്ടിയിൽ നിന്ന് പറയുന്ന ഞാനൊരു വീഡിയോ ഇപ്പൊ കേൾക്കുന്നുണ്ട്. അത് സ്വർണം കട്ടത് ആരപ്പ, പിന്നെ സ്വർണം കട്ടത് രായപ്പ അല്ല. അദ്ദേഹം പറയുന്നതില് വരുന്നൊരു ട്രോളായിട്ട് മാറിയിട്ടുണ്ട്. അത് ഞാനും ഒക്കെ രാജപ്പ, അതിനിപ്പം രായപ്പ എന്ന് പറയുന്നത് MP രാജേഷിനെ പിന്നെ പരിഹസിച്ചുകൊണ്ട് പറയുന്നതാണോ? അപ്പൊ ഇപ്പൊ അതിന്റെ ഒരു ട്രോളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെയൊക്കെ സമനില തെറ്റി എന്തോ അങ്ങ് വിളിച്ചു പറയുകയാണ്. കേരളത്തിൽ ശബരിമല പോലെ ഒരു പുണ്യമായ പുണ്യസ്ഥലത്ത് നടന്ന ഒരു സ്വർണ്ണക്കൊള്ള കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ, നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ. അതിനിടയില് അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മന്ത്രിയും ഒക്കെ അവരുടെ ആൾക്കാരാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും കൊള്ള നടത്തി. ഇനി അതെല്ലാം പോട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. ഇത്രയും നാൾ അന്വേഷിച്ചിട്ട് വരിയായി ഓരോരുത്തരായി ജയിലിൽ പോയി. ആദ്യം ശരി, മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോയി. അതിന്റെ പിറകെ മുരാരി ബാബു, അങ്ങനെ തുടങ്ങി വിജയൻ, വാസു, പത്മകുമാർ, ശങ്കർദാസ്, ഇങ്ങനെ തുടങ്ങി ആൾക്കാരെല്ലാരും പോയി. ഇവരുടെയൊക്കെ ചരിത്രം ഇന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും, രാഷ്ട്രീയം അറിയാത്ത ആൾക്കാർക്കും കാണാപ്പാടമാണ്. ഇവരൊക്കെ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടിരുന്നവരാണ്, പ്രസിഡന്റുമാരായിരുന്നു. ഇവരെല്ലാം CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിരുന്നു, മുൻ MLA ആയിരുന്നു, അല്ലെങ്കിൽ എന്താണ് CPM-ന്റെ മെമ്പർമാരാണ് എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും അറിയാം. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അറിയാം, നിഷ്പക്ഷരായി നിൽക്കുന്നവർക്കും അറിയാം, രാഷ്ട്രീയ വാർത്തകൾ ശ്രദ്ധിക്കാത്തവർക്കും അറിയാം. കാരണം വിശ്വാസി സമൂഹം എന്ന് പറയുമ്പോൾ അവരൊക്കെ സ്ഥിരമായി രാഷ്ട്രീയ ന്യൂസ് ഒന്നും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കില്ല. എന്നാൽ ഇന്ന് ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് സംശയിക്കുകയും ആ രീതിയിൽ അവരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതും 90 ദിവസം കഴിഞ്ഞവരുണ്ട്, 80 ദിവസമായവരുണ്ട്, 70 ദിവസം വരെ. ഇന്നും കിട്ടിയോ? മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ബാസുവിന് 70 ദിവസം കഴിഞ്ഞു, ഇന്നും ജാമ്യം കിട്ടിയോ? കോടതി എന്തെങ്കിലും അത് മുഖവിലയ്ക്ക് എടുത്തോ? അദ്ദേഹം 70 ദിവസമായി ജയിലിൽ കിടക്കുന്നു എന്ന് പറയുമ്പം കോടതി ആ പൊടുന്നനെ ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത്. അവിടെ ജാമ്യം കൊടുക്കുകയല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആദ്യത്തെ കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ആദ്യത്തെ ഒരു കേസിൽ എന്താണ് 90 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ട് സ്വാഭാവികമായ ഒരു ജാമ്യമുണ്ട്. ആ സംഭവം കിട്ടി. പക്ഷെ ദ്വാരപാലക ശില്പപാളികളിൽ സ്വർണ്ണമോഷ്ടിച്ച കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അതിലാണ് കിട്ടിയെന്ന് തോന്നുന്നു. കട്ടിളപ്പാളി സ്വർണ്ണമോഷണ കേസിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജയിലിൽ തുടരേണ്ടി വരും. അപ്പൊ എങ്കിൽ
പോലീസ് എന്തുകൊണ്ടാണ് കുറ്റപത്രം കൊടുക്കാത്തത്? എല്ലാ ജനങ്ങളും ചോദിക്കുന്ന ചോദ്യം അതാണ്. ഇവരുടെ കുറ്റപത്രം സമർപ്പിക്കാത്ത എന്താണ്? അപ്പൊ കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുമ്പോൾ 1 by 1 ആയി ഡേറ്റ് കഴിഞ്ഞ് സ്വാഭാവികമായ ഒരു ജാമ്യം കിട്ടി ഇവർ പുറത്തു പോകും. അതാണ് ഇവരുടെ ഉദ്ദേശവും. എങ്ങനെയെങ്കിലും ഒക്കെ ഇതിൽ നിന്നും തലയൂരി പോവുക എന്നുള്ളത് മാത്രമാണ് സർക്കാർ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ഉത്തരവാദിത്വം ഇല്ലേ? ഇത് അവരോട് പിന്നെ പോലീസ് സംവിധാനത്തോട് ചോദിക്കാൻ കഴിയില്ലേ? ആരെയാണ് രക്ഷപ്പെടുത്തുന്നത്? നോക്കൂ, അയ്യപ്പന്റെ സ്വർണം കട്ടവർ, ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കട്ടവർ ഇന്ന് അതേ നാട്ടിലെ വിശ്വാസികളുടെ വീട്ടിൽ പാത്രം കഴുകുകയാണ്. ഓരോന്നിനും ഓരോ ഫലമുണ്ട്, കർമ്മ എന്നൊന്നുണ്ട്. അവരുടെ അനുയായികൾ, അവരെ നേരിട്ടോ അല്ലാതെയോ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാർ അത് ചെയ്തത് കൊണ്ടാണ് അവർക്ക് ഇന്ന് വീട്ടിൽ പോയി അപ്പിയിട്ട കുട്ടിയെ എടുത്ത് കഴുകി കൊടുക്കുക, പാത്രം കഴുകുക, പച്ചക്കറി വാങ്ങിക്കൊണ്ട് കൊടുക്കുക, മീൻ മുറിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള പണികൾ ചെയ്യേണ്ടി വരുന്നത്. എങ്ങനെയെങ്കിലും 4 വോട്ട് വാങ്ങി ദയനീയമായ പരാജയത്തിൽ നിന്നും ഒന്ന് മുക്തി നേടണം. അത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. കോൺഗ്രസുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായിരുന്നു. കൊടിമരം, അദ്ദേഹം മരണപ്പെട്ടു പോയ നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ പേരൊക്കെ ഇതിലേക്ക് വലിച്ചിഴച്ച്. അതൊക്കെ എന്തായിരുന്നു? അത് കോൺക്രീറ്റ് കൊടിമരത്തിൽ പൊത്തൽ വീണ സമയത്ത് അത് അടയ്ക്കുന്നതിന് വേണ്ടി എന്തോ അവര് പെയിന്റ് അടിക്കുന്ന പോലെ എന്തോ ഒരു പൂശി. ആ സംഭവം അങ്ങനെ 2014 നടന്ന ദൈവപ്രശ്നമാണ്. ആ 2014 നടന്ന ദൈവപ്രശ്നത്തിൽ അങ്ങനെ അതിനെന്തോ ഒരു വാക്ക് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പെയിന്റ് അതുപോലെ ആ ഒരു വസ്തു പൂശിയത് ദോഷമാണെന്നും അത് മാറ്റണമെന്നും ജീർണത സംഭവിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് കൊടിമരം മാറ്റണമെന്നും ഉള്ളത് 2014 ദൈവപ്രശ്നത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതനുസരിച്ചാണ് അവർ തടിയിലെ കൊടിമരം വേണമെന്ന് പറയുന്നതും കൊടിമരം മാറ്റുന്നതും. അതേ ദൈവപ്രശ്നത്തിൽ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ടുണ്ടല്ലോ. ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക്, ശബരിമലയിലെ അധികാരികൾക്ക് മാനഹാനിയും ജയിൽവാസവും ഉണ്ടാകും എന്ന് അന്നേ ദൈവപ്രശ്നത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വിശ്വാസികളെ എത്രത്തോളം അയ്യപ്പനോടുള്ള ആ ഒരു ബന്ധം, ഹൃദയത്തിൽ അവർ കൊണ്ടു നടക്കുന്ന അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തെ എത്രത്തോളം വലുതാക്കി കാണിക്കുകയാണ്. എത്രത്തോളം വലുതാണത് നമുക്ക് ചിന്തിക്കാവുന്നതിനുമൊക്കെ അപ്പുറമാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പറയുന്നത് പോലെ കോൺഗ്രസിന് വിനയാകുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്കറിയാം അടുത്ത നിയമസഭാ സമ്മേളനം കൂടുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം കൊണ്ടുവന്ന് ഈ പറയുന്ന ശബരിമല വിഷയത്തെ അടിച്ചമർത്താനുള്ള നീക്കം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് പറഞ്ഞാലും അതെല്ലാം തന്നെയും കോൺഗ്രസിന് അനുകൂലമാകുന്ന നിലയിലേക്കല്ലേ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ശബരിമല വിഷയം ഇത്രയും തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും CPM-ന് ഇതിൽ നിന്നും രക്ഷപ്പെട്ടു പോരാൻ സാധിക്കില്ലല്ലോ. ഒരിക്കലുമില്ല. ഞാൻ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെല്ലാം ഓരോ വ്യക്തികൾ ചെയ്തിട്ടുള്ള, അതായത് ഒരു ഭരണസമിതിക്ക് ഇരുന്നു കൊണ്ട് അവർക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ, ഒരു MLA എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളിലോ ഒന്നും ചെയ്ത അഴിമതിയല്ല. അത് ഓരോ വ്യക്തികൾക്കും ഉള്ളതാണ്. ചിലപ്പോൾ അത് അസുഖത്തിന്റെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ അവന്റെ സ്വഭാവത്തിന്റെ ഭാഗമായിരിക്കാം. അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ. അത് നമ്മൾ ഇതിനകത്ത് ഈ 2 വിഷയവും തീർത്തും രണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ശരിക്കും അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി എടുത്ത ധീരമായ നിലപാടുകൾ ഇവിടെ നമ്മുടെ മുന്നിലുണ്ട്. മുകേഷ് MLA-ക്കെതിരെ 2 പീഡന പരാതികൾ, കുറ്റപത്രം നിലവിലുള്ളതാണ്. എന്നിട്ടും അദ്ദേഹം പാർട്ടിയിലും തുടരുന്നുണ്ട്, MLA-ആയും തുടരുന്നുണ്ട്, നിയമസഭയിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം, ഇത് 2 കാര്യം കൂടി കണക്ട് ചെയ്യാനുള്ള യാതൊരു സോഴ്സും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ശബരിമല സ്വർണം കൊണ്ടുപോയത്, ശബരിമല പോലെ ഒരു ആരാധനാലയത്തിൽ ജനഹൃദയങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ ഹൃദയം കൊണ്ട് മുട്ടി വിളിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അവരുടെയൊക്കെ വേദനകളും സന്തോഷവും ഒക്കെ വിതുമ്പലും ഒക്കെ അവിടെ പരിഹരിക്കപ്പെടുന്ന ഒരു ഇടമാണ്. അതൊന്നും വിശ്വാസികൾ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല. അങ്ങനെയുള്ള ഇടത്ത് ഇവർക്ക് ഒരിക്കലും ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമല്ല എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായി. അതുകൊണ്ടാണ് എന്തൊക്കെ വിഭ്രാന്തി പിടിച്ചതുപോലെയാണ് ഇതൊക്കെ പുലമ്പുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ദേവസ്വം ബോർഡ് മന്ത്രിയുണ്ട് വാസവൻ. അദ്ദേഹത്തിന്റെ രാജിയാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഇന്ന് മറ്റൊരു കാര്യം കൂടി നടന്നു. എങ്ങനെങ്കിലും ഇവർക്ക് നിയമസഭയിൽ വരാതിരിക്കണം, ഇവർക്ക് ജനങ്ങളുടെ മുന്നിൽ ഇറങ്ങി നടക്കാനേ കഴിയുന്നില്ല. തലയിൽ തുണിയിട്ട് നടക്കേണ്ട അവസ്ഥ. ഇന്ന് നിയമസഭയിലും കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ല. വെറുതെ കിടന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നതല്ലാതെ വ്യക്തമായ ഒരു കാര്യമോ അർത്ഥമുള്ള ഒരു കാര്യമോ അവർക്ക് പറയാനില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എന്താണ്, എങ്ങനെയെങ്കിലും സഭയെ ഒന്ന് നിർത്തിവെച്ചാൽ മതി, അപ്പൊ ഇനിയിപ്പോ സഭ തുടരുന്നതിൽ അർത്ഥമില്ല, അടുത്ത തിങ്കളാഴ്ച തുടരുക എന്ന് പറയുന്നതിനകം വെച്ച് എന്താ സംഭവിച്ചതെന്ന് കണ്ടില്ലേ? വളരെ വിചിത്രമായ ഒരു സംഭവം ഇന്ന് സഭയിൽ നടന്നു. പ്രതിപക്ഷം ഇറങ്ങുന്നതിന് മുമ്പേ ഇറങ്ങിപ്പോയത് ഭരണപക്ഷമാണ്.
ശരിക്കും അതിന് വി ഡി സതീശൻ കറക്റ്റായ ഒരു വിശദീകരണവും കൊടുത്തിട്ടുണ്ട്. അവര് പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടിയുള്ള പ്രാക്ടീസ് ഇപ്പോഴും നടത്തുകയാണ്, ആ ഒരു പരിശീലനത്തിലാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ കൃത്യമായി നിയമസഭാ സമ്മേളനത്തിനിടയ്ക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്ന സമയത്ത് MP രാജേഷ് പറഞ്ഞൊരു പ്രസ്താവനയുണ്ടായിരുന്നു, സ്വർണം കട്ടത് ആരപ്പ എന്ന് അടൂർ പ്രകാശിനോട് ചോദിക്കണം എന്നുള്ളത്. കാരണം അടൂർ പ്രകാശും ഇതിൽ പങ്കാളിയാണ്. അതുപോലെ തന്നെ സോണിയാഗാന്ധിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കോൺഗ്രസുമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസിന് വ്യക്തമായ പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും MP രാജേഷിന് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറയാം. ഒരു ഹോസ്പിറ്റൽ, അവിടെ ഡോക്ടറെ നിയമിക്കുകയാണ്, അവിടെ ഒരു വ്യാജ ഡോക്ടറെയാണ് നിയമിക്കുന്നത്. ജനങ്ങൾ എന്ത് ചെയ്യും? ജനങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ, ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർ വന്നാൽ അവിടെ ചികിത്സയ്ക്ക് ഒരു അസുഖം വന്നാൽ നമ്മൾ നേരെ അവിടേക്കായിരിക്കും പോകുന്നത്. അപ്പൊ അത്യാവശ്യമൊക്കെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. അതുപോലെ തന്നെയായിരിക്കും ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഈ വ്യാജന്മാരെ കൊണ്ടുവന്ന് പിന്നെ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ കയറിപ്പോ, ചിലപ്പോൾ ചിലര് വ്യാജ ഡോക്ടറാണെന്ന് അറിയാതെ സംഭവിച്ചു പോകുന്നതായിരിക്കാം, ചിലര് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കാം. എനിവേ, അങ്ങനെ ഒരാൾ വന്നാൽ നമുക്കറിയില്ല ഇവരെ, ഈ വന്നിരിക്കുന്ന ആൾ എങ്ങനെയുള്ള ആളാണെന്ന് അറിയില്ല. അവിടെ ആ ശബരിമല പോലെയുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു പോറ്റി, അത് അദ്ദേഹവുമായി മറ്റു ബന്ധങ്ങളൊന്നും നമ്മുടെ ഇപ്പോ ഉള്ള പ്രതിപക്ഷത്തിനില്ല. അന്നേരം എനിക്ക് തോന്നുന്നു അടൂർ പ്രകാശ് സാറിന്റെയൊക്കെ അദ്ദേഹത്തിന്റെയൊക്കെ മണ്ഡലം പത്തനംതിട്ട, കോന്നി ആ ഒരു സ്ഥലമാണ്. അപ്പൊ അവർക്കൊക്കെ ദൂരെയുള്ളവരെക്കാൾ കൂടുതൽ ബന്ധവും ഒക്കെ ആത്മബന്ധവും ഒക്കെ അവിടെ ആ ഒരു സ്ഥലമായിട്ടൊക്കെ ഉണ്ട്, വൈകാരികമായ ഒരു അടുപ്പം ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ കൂടുതലും അവർക്ക് ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും, ഇതുപോലെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും. അപ്പൊ ശബരിമലയിൽ ഇരിക്കുന്ന ഒരു പോറ്റിയെ അല്ലെങ്കിൽ തന്ത്രിയെ ഒക്കെ അവിശ്വസിക്കേണ്ട കാര്യം എന്താണ് നമുക്കുള്ളത്? നമ്മൾ എന്തിനാ വിശ്വസിക്കണം? ഇതുപോലെ അങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടെ, പിന്നെ അവിടെ അവിടെ അവരെ നിയമിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അവിടെ അവരുള്ളത് കൊണ്ടാണ് അവരെ ചെന്ന് കാണുന്നത്. അല്ല, ഞാൻ നാളെ മുതൽ അവിടെ പോയി കാണുന്നില്ല, ഇവരുടെ എല്ലാം ഹിസ്റ്ററി എടുത്ത് ഇവരെല്ലാം എങ്ങനെയാണ് എന്ന് നമുക്ക് അവരെ പരിശോധിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ശിവശങ്കരൻ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ UDF സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു മിടുക്കനായ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനുള്ള സ്മാർട്ട്നെസ് അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള പോസിറ്റീവ് സൈഡ് എന്താണോ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കൂടിയനും കൊള്ളാം കൂട്ടുകാരനും കൊള്ളാം എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ചക്കിക്കൊത്ത ശങ്കരനെന്നോ ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്നോ ഒക്കെ പറയുന്ന പഴഞ്ചൊല്ലുകൾ നമുക്ക് കൂട്ടിച്ചേർക്കാം. LDF സർക്കാർ വന്നപ്പോൾ, പിണറായി വിജയനെ പോലെ ഒരു ആളെ കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിനകത്ത് അവർക്ക് ആ ശിവശങ്കരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വം, അന്ന് വരെ ഉണ്ടായിരുന്ന വ്യക്തിത്വം ഇന്ന് എന്തായി മാറി? അപ്പൊ മനുഷ്യരെ ഉപയോഗിക്കുന്നതിലും ഒരു കാര്യമുണ്ട്. ഒരാളിന്റെ കൂട്ടുകെട്ട്, നമ്മൾ പറയത്തില്ലേ നല്ല സുഹൃത്തുക്കൾ എങ്ങനെയാണ്, ചീത്ത സുഹൃത്തുക്കൾ എങ്ങനെയാണ് എന്ന് പറയുന്നത് പോലെ, ഒരാളെ കിട്ടിയപ്പോൾ അതിനെ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ആ ശിവശങ്കരൻ എന്ന് പറയുന്ന അദ്ദേഹം LDF സർക്കാരിന്റെ കാലത്തും UDF സർക്കാരിന്റെ കാലത്തും ഉണ്ടായിരുന്നപ്പോഴുള്ള പ്രവൃത്തികൾ നമ്മൾ കണ്ടത്. ഇവിടെയും ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ശബരിമലയിലുള്ള ഇവർ നിയമിച്ചിരിക്കുന്ന ആൾക്കാരാണ്, അവിടെ ഉള്ളവരാണ്. അപ്പൊ അവരെ കാണാതിരിക്കാൻ പറ്റൂ? ഇപ്പൊ നമ്മൾ തന്നെ തൊഴാൻ പോയി, അവിടെ നമുക്കൊരു പക്ഷേ ഉണ്ണികൃഷ്ണൻ പോയിട്ട് അവിടെ അല്ലെങ്കിൽ കണ്ടര് തന്ത്രി നിൽക്കുന്നു, നമ്മൾ തന്ത്രിയെ തൊഴത്തില്ലേ? നമുക്കറിയാമോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന്? അതാണോ MP യുടെ ജോലി? അടൂർ പ്രകാശ് MP യുടെ ജോലി ശബരിമലയിൽ ഇരിക്കുന്ന തന്ത്രിയുടെയും അവിടെ നിയമിച്ചിരിക്കുന്ന ആൾക്കാരുടെയും ബാക്ക് ഹിസ്റ്ററി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു? അല്ല. അപ്പൊ പിന്നെ എന്താണ് അതിൽ വരുന്നൊരു തെറ്റ്? കാണുന്നതും സംസാരിക്കുന്നതും. നമ്മളൊരു അമ്പലത്തിൽ പോയാൽ അവിടെ തന്ത്രിയുടെ അടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പൂജയ്ക്ക് കൊടുക്കുന്നെങ്കിൽ അവിടെ ആയിരിക്കും കൊടുക്കുന്നത്, അതായിരിക്കും നമ്മൾ വാങ്ങുന്നത്, ഒക്കെ ചെയ്യുന്നത്. അതിൽ നമുക്ക് അതിൽ പോകുന്നവരെ എങ്ങനെ തെറ്റു പറയാൻ സാധിക്കും? അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹവും പിന്നെ രാജു എബ്രഹാമും, ഇവരൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഉപഹാരങ്ങൾ കൊടുക്കുന്നു, ഫ്രൂട്ട്സ് കൊടുക്കുന്നു, താലോലിക്കുന്നു, സംസാരിക്കുന്നു, ചായ കുടിക്കുന്നു. ഈ വിവരങ്ങളൊക്കെ ഇല്ലേ പുറത്തു വരുന്നത്? അപ്പൊ ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ എന്ത് പറഞ്ഞു? പോറ്റി ഒരു തട്ടിപ്പുകാരനാണ് എന്നറിഞ്ഞുകൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധി അവരുടെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റുമോ എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ ചോദിച്ചിരിക്കുന്നത്. അതെ, കൃത്യമായി കടകംപള്ളി തന്നെ അതിനുള്ള വഴി കടകംപള്ളി തന്നെ കൃത്യമായ ഇതിനൊരു വഴി തുറന്നു വെച്ചിരിക്കുകയാണ്. ഇവരെ പോറ്റി എങ്ങനെയുള്ള ആളാണ് എന്നുള്ളത് സോണിയാഗാന്ധിക്കും ഈ പറയുന്ന ആളുകൾക്കും അടൂർ പ്രകാശിനൊന്നും അറിയില്ലായിരുന്നു എന്നുള്ളത് കൃത്യമായി കടകംപള്ളി തന്നെ പറയുന്നുണ്ട്. പക്ഷേ കടകംപള്ളിക്ക് അറിയാമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്, എന്താണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ അവരറിയണ്ടേ? അവരല്ലേ അദ്ദേഹവുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ ശബരിമല പോലെ ഒരു സ്ഥലത്ത് ഇത്രയും സാധനങ്ങളുണ്ട്, ഇതുപോലെ ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ സംരക്ഷിക്കാൻ ഇവർക്ക് കഴിവില്ലെങ്കിൽ ഇവർ കളഞ്ഞിട്ട് പോകണം. ഇവർക്ക് പറ്റില്ല, എന്നെ കൊണ്ടാകില്ല ഇതൊന്നും നോക്കാൻ, എന്റെ കഴിവുകേടാണ്, എനിക്കൊരു പരിമിതിയുണ്ട് എന്നവർ സമ്മതിക്കണം.
അവരുടെ കഴിവുകളൊക്കെ വേറെ ആയിരിക്കും. ഇപ്പോൾ ശബരിമലയിൽ ഇത്തരത്തിൽ ഇന്ന് രാവിലെ മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വരുന്നതിന്റെ തുടർക്കഥയായി കടകംപള്ളി സുരേന്ദ്രനാണെങ്കിലും രാജു എബ്രഹാം ആണെങ്കിലും ഒക്കെ തന്നെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് സമ്മാനം നൽകുന്നു, അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് ഉപഹാരങ്ങൾ വാങ്ങിക്കുന്നു, സ്വീകരിക്കുന്നു. തുടക്കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയത്തുപോലുമില്ല, ഒരു തവണ പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്നും ഒരു ഭക്തനാണെന്നറിയാം, അല്ലെങ്കിൽ ഒരു സ്പോൺസർ ആണെന്നറിയാം എന്നുള്ള നിലയിൽ നിന്നും വീണ്ടും മാറി വളരെ അടുത്ത ബന്ധത്തിലേക്ക് പോകുന്ന ഒരു നിലയിലേക്ക് ചുരുളുകൾ അഴിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇത്തരത്തിൽ ഇങ്ങനെയാണ് ഈ ഒരു കേസിന്റെ പോക്കെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ ഒരു അധികം വൈകാതെ തന്നെ മിക്കവാറും ജയിലിലേക്ക് പോകാനുള്ള ഒരു നിലയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായിട്ടും. കാരണം അത് ആദ്യ ദിവസം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അദ്ദേഹത്തിനെ SIT വിളിപ്പിക്കുന്നതോ ചോദ്യം ചെയ്യുന്നതോ ഒക്കെ വളരെ രഹസ്യമായിട്ടായിരുന്നു, ആരും അറിഞ്ഞില്ല. അതിനുശേഷമാണ് നമ്മളത് തിരിച്ചറിയുന്നത്. അതിനുശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തന്നെ കടകംപള്ളി സാധാരണ പത്രപ്രവർത്തകരുമായിട്ടൊന്നും അങ്ങനെ ഒരു ഒരു കടക്കുപുറത്ത് നിലപാട് സ്വീകരിക്കുന്ന ഒരാളല്ല. പക്ഷെ അന്ന് അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജും വർത്തമാനവും പരിഭ്രമവും ഒക്കെ കാണുമ്പോൾ തന്നെ അധികം സംസാരിക്കാനോ ഒന്നും ഡിസ്ക്ലോസ് ചെയ്യാനോ അദ്ദേഹം കൂട്ടാക്കിയിട്ടില്ല, പോയി. അതിനുശേഷം പോറ്റിയെ എനിക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ പോറ്റിയെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ഉള്ള വാദമായിരുന്നു. പിന്നെ പോറ്റിയെ കണ്ടിട്ടുണ്ട്, അവിടെ പോയപ്പോ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ആയിരുന്നു, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ഈ ചിത്രങ്ങളെല്ലാം വരുമ്പോ, ഈ വീട്ടിൽ പോയതിന്റെ ചിത്രങ്ങളും വിവരങ്ങളും ഒക്കെ പുറത്തു വരുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ എന്നൊക്കെ ശബരിമലയിൽ പോയിട്ടുണ്ടോ അന്നെല്ലാം ഞാൻ പോറ്റിയെ കണ്ടിട്ടുണ്ട്. പിന്നെ പോറ്റിയുടെ വീട്ടിൽ പോകാനുണ്ടായത് ഒരു മാന്ത്രികമായ ഒരു അവസ്ഥയിൽ, ഒരു മാസ്മരിക ലോകത്തേക്ക് കടന്നു പോകുന്നത് പോലെയാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ പോകുമ്പോ കാര്യമായിട്ട് പോകുന്ന വഴിക്കാണ്, ഞങ്ങളുടെ നാടാണ് കേട്ടോ. അപ്പോ അവിടെ തന്റെ സഹോദരിയുടെ കുഞ്ഞിന്റെ എന്തോ ചടങ്ങാണ്. അപ്പൊ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറയുന്നു. അങ്ങനെ ഒന്ന് കയറിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് വരുമ്പോ പറയും അത് അപ്പോഴും കൂടി ഞാൻ കയറിയതാണ് എന്ന് പറയും. അത് പറ്റേ രാജു എബ്രഹാമിനാണെങ്കിൽ പിന്നെ വലിയ എന്തോ പറയുമല്ലോ, നമ്മുടെ ചന്ദ്രനാഥി എണ്ണ തേക്കണമെന്നോ ജ്യോതിഷുരമി കഴിക്കണമെന്നോ ഒക്കെ പറയുന്ന ഒരു അവസ്ഥയിലാണ്. അദ്ദേഹത്തിന് ഇതൊന്നും ഓർമ്മയില്ല. പക്ഷെ അദ്ദേഹം അത് പറയുന്നത് ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടതാണെന്ന് പറയുമായിരുന്നു. പക്ഷേ കുടുംബാംഗങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് അതാണ്. പിന്നെ ഫ്രൂട്ട്സ് ഒന്നും ഞാൻ വാങ്ങിക്കൊണ്ടു പോയതല്ല, ഏതോ ചെപ്പടി വിദ്യയിലൂടെ അല്ലെങ്കിൽ ഏതോ കുട്ടിച്ചാത്തൻ എന്റെ കയ്യിൽ ഇങ്ങനെ വെച്ച മാൻഡ്രേക്ക് ആയിരിക്കും ഫ്രൂട്ട്സ് കയ്യിൽ വെച്ചു കൊടുത്തതാണ്, അത് ഞാൻ കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പൊ പരസ്പര വിരുദ്ധമായി പറയുന്ന ഒരു വിഭ്രാന്തിയും അല്ലാത്തൊരു ജൽപ്പനങ്ങളിലൂടെയാണ് LDF-ന്റെ നേതാക്കൾ, MLA-മാർ, മന്ത്രിമാരൊക്കെ പോകുന്നത്. അതെ, അതായത് സാധാരണപ്പെട്ട ഒരു ജനത്തിന് വിശ്വസിക്കാൻ സാധിക്കുന്നതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള തന്ത്രപ്പാടിലാണ് ഇപ്പോൾ LDF-ൽ അല്ലെങ്കിൽ CPM-ലെ പല നേതാക്കന്മാരും. ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ഒരു ലൂപ്പിൽ പെട്ട് നിൽക്കുന്ന ഒരു നിലയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇവർ തന്നെ ഇവർക്കുള്ള കുഴി തോണ്ടി ഇവർ തന്നെ ഇവർക്കുള്ള തോൽവി ഏറ്റുവാങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനിയും ശബരിമലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് വീണ്ടും ഇരിക്കാം. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു.